ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടം തറമുറ്റം മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. ദിവസേന സന്ധ്യയാകുമ്പോഴേക്കും കാട്ടാനകൾ റോഡിലേക്കും വീടുകളുടെ പരിസരത്തേക്കും എത്തുന്നത് ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം കുടുംബ പ്രാർത്ഥന നടക്കുകയായിരുന്ന വടക്കുഴയിലെ തൊമ്മച്ചന്റെ വീടിനടുത്തേക്ക് കാട്ടാന എത്തിയത് പ്രദേശത്ത് വലിയ ഭീതി ഉണർത്തി. വൈകുന്നേരം 6:10 സംഭവം നടന്നത്. ആ സമയത്ത് വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നത് മൂലേപ്പാടം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ഷിൻറ്റോ പുലിക്കുഴിയുമാണ്. ആന റോഡിലൂടെ മുന്നോട്ട് നീങ്ങിയെങ്കിലും വീടിനോട് ചേർന്നെത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. ജനങ്ങളുടെ ജീവനും കൃഷിയും സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്നും എന്തെങ്കിലും സംഭവിച്ച ശേഷം നടപടി സ്വീകരിച്ചാൽ കാര്യമില്ലെന്നും ഫാദർ ആവശ്യപ്പെട്ടു. തറമറ്റം മുതൽ മൂലേപ്പാടം ഭാഗം വരെ ഏകദേശം 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഈ ഭാഗങ്ങളിലേക്ക് കടന്നുവരുന്നതായി നാട്ടുകാർ പറയുന്നു. നിലമ്പൂർ നായാടംപൊയിൽ മലയോര പാതയിൽ നിന്നുള്ള കോൺക്രീറ്റ് റോഡ് വളരെ ചുരുങ്ങിയതും ജനങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നതുമാണ്. ഈ റോഡിലേക്കും കാട്ടാനകൾ എത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മൂലേപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ സമീപം വരെ കാട്ടാനകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ദേവാലയ പരിസരത്തുള്ള വീടുകളുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കൃഷികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തറമറ്റം മുതൽ പള്ളി പരിസരം വരെയുള്ള ഭാഗത്ത് അടിയന്തരമായി സോളാർ വൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വന്യജീവി ശല്യം വ്യാപകമായിട്ടും വനം വകുപ്പും ജനപ്രതിനിധികളും പ്രശ്നത്തിന് പരിഹാരത്തിനായി കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നത് പ്രദേശവാസികളുടെ പ്രധാന പരാതിയാണ്. നാട് മുഴുവൻ വന്യമൃഗ ഭീതിയിലായതിനാൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാനൊരു വാർഡ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ഒരു ഇടവകയിൽപ്പെട്ട ഒരു വീട്ടിൽ പോയപ്പോൾ വളരെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. ഞാൻ ആ വീട്ടിൽ പ്രവേശിച്ചതിന് ഏകദേശം 5 മിനിറ്റുകൾക്ക് ശേഷം ആ പരിസര പ്രദേശത്തോടുകൂടി ഏതാണ്ട് വൈകുന്നേരം ഒരു 6:30 സമയത്ത് ഒരാന കടന്നുപോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും മറ്റുമെല്ലാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ സുരക്ഷിതരായിരിക്കാനൊക്കെ സാധിക്കുകയൊക്കെ ചെയ്തത്. ഏകദേശം മറ്റ് സമുദായക്കാരെല്ലാവരും കൂടി ഒരു 100ഓളം വീട്ടുകാർ ഈ ഒരു ചുറ്റുവട്ടത്ത് താമസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം ഇവിടെ ഇതുവരെ ഒന്നും സംഭവിക്കാത്തതാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ആരുടെയെങ്കിലും ജീവനോ സ്വത്തിനോ ഒക്കെ അപായമുണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനുവേണ്ടി കണ്ണീരൊഴുക്കുകയോ അല്ലെങ്കിൽ അനുശോചന സമ്മേളനം കൂടുകയോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട. സന്ധി കഴിഞ്ഞാൽ റോഡേ പോകാൻ മേല. റബ്ബർ വെട്ടുകാരുടെയൊക്കെ കണ്ടില്ലേ ഈടെ കൈ ഓടിച്ച് അതുപോലെ തന്നെ എല്ലാ നാട്ടുകാർക്ക് മുഴുവനും 5 കൊല്ലം മുന്നേ ഇത്ര ശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഒരു വാഴ പോലും ഒരു പറമ്പിൽ നിൽക്കാൻ മേല. ആ വാഴ ഇതിനകത്തൊക്കെ വന്ന് നിന്ന് കിടന്നിട്ടാണോ ആന പോകുന്നത് എനിക്ക് സംശയമുണ്ട്. എന്നും വരുക. ഇങ്ങനെയായ മനുഷ്യൻ എവിടെ എങ്ങനെ ജീവിക്കും? തെങ്ങുതിയൊക്കെ എന്തേരെയാ കളയുന്നത്. ഞങ്ങളൊക്കെ കൊണ്ട് പേടിച്ചിട്ടാണ് ഇപ്പോൾ വൈകുന്നേരം പുറത്തിറങ്ങുന്നത്. ഒന്ന് ഓടിക്കാൻ പോലും പറ്റില്ല. അതങ്ങനെ കുരങ്ങ് വേറെ, തേങ്ങ ഒന്നും ഒരെണ്ണം അരയ്ക്കാൻ പോലും ഇല്ല. അതുകൊണ്ട് പന്നിയും കുരങ്ങും മുള്ളനും ആയിട്ട് കർഷകർക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ മേലാത്തൊരു പരുവായിട്ടുണ്ട്. കാട്ടാന ശല്യം കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. കാട്ടാനകൾ വന്നിട്ട് മുറ്റത്തൂടെ വന്നിട്ട് നമ്മളെ ഓടിക്കുന്നു. നമുക്ക് പെരക്കകത്ത് കയറിയാൽ പോലും രക്ഷയില്ലാത്ത സ്ഥിതിയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ തെങ്ങ് 10, 50, 60 കൊല്ലം വരെ പഴക്കമുള്ള വലിയ തെങ്ങും ചെറിയ തെങ്ങും തള്ളി മറിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ കൂമ്പ് പറിച്ച് തിന്ന് കാട്ടാന പോകുന്നു. അതുപോലെ തന്നെ മലയെണ്ണാനും കുരങ്ങും വന്ന് നമ്മളെ ഇവിടെ കരിക്ക് മുഴുവൻ പറിച്ച് കളയുന്നു. മലയെണ്ണാൻ കരിക്കിൻ്റെ അടിഭാഗം ഏതാണ്ടൊരു പകുതി മൂപ്പായ കരിക്കാണ് തുരന്ന് കളയുന്നത്. ഒരാഴ്ച കൊണ്ട് അത് പൊഴിഞ്ഞ് താഴെ ചാടും. അങ്ങനെ ഉള്ള നഷ്ടങ്ങൾ ഇതൊക്കെയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ ചാലിയാർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.